എവരിവൺ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്തുണ്ട്, എല്ലാവർക്കും സുഖം ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളും ഇവിടെ സുഖത്തിലുണ്ട് കേട്ടോ, അൽഹംദുലില്ലാ. ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗാണ്. കുട്ടി വ്ളോഗല്ല, ഭയങ്കര വ്ളോഗാണ്. അതിൽ ഏകദേശം 4 റെസിപ്പി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് എങ്ങനെ എത്ര അടിപൊളിയായിട്ട് നമുക്ക് ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൈഡ് ചിക്കൻ റെസിപ്പിയാണ്. പിന്നെ നല്ലൊരു പെപ്പർ ചിക്കനും കോൾസ്ലോവും ഒറിയോ ഷേക്കും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം നമ്മളെ കസിൻസ് എല്ലാം വെക്കേഷനായിട്ട് പുരയിലേക്ക് നിൽക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കസിൻസ് എന്ന് പറയുന്നത് ഈ ചോട്ടപ്പിള്ളറാണ് കേട്ടോ. ഞാനാണ് ഏറ്റവും മൂത്തത്. ഉമ്മാൻ്റെ മക്കളെ വെച്ചിട്ട് എല്ലാവരും ഒരുമിച്ചിട്ടുണ്ടാകുമ്പോൾ പിള്ളേരുടെ സന്തോഷമൊന്നും പറയണ്ട. ഇത്ര ആളും ഒരുമിച്ചിട്ട് എൻ്റെ അടുത്ത് ആദ്യമായിട്ടാണ് കേട്ടോ നിൽക്കാൻ വരുന്നത്. ശരിക്കും പേർക്ക് കുറച്ച് ആളായ പോലെ ഉണ്ടായിന്. പിന്നെ പിള്ളേരെല്ലാം വന്നാൽ ഇവർക്ക് ഇഷ്ടമുള്ളത് കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് വേണ്ടോയെന്ന് ചോദിച്ചിട്ടാകുമ്പോൾ അവർ പെപ്പർ ചിക്കൻ മതി എന്ന് പറഞ്ഞു. അതിന് ഞാൻ വിചാരിച്ചെന്നാൽ പെപ്പർ ചിക്കൻ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓരോ ടേബിൾ സ്പൂൺ വീതം, പിന്നെ ഉപ്പും 3 ടേബിൾ സ്പൂൺ സോയാ സോസ്, ഇതൊരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂണും 1.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇവിടെ ഉണ്ടായൊരു പാക്കറ്റ് പൗഡർ അത് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളത്. പിന്നെ ഗരം മസാല ആണെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു നാരങ്ങയും കൂടി പിഴിഞ്ഞു കൊടുക്കണം കേട്ടോ. എനിക്ക് മറന്നുപോയി, ആദ്യമായാലും അവസാനമായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് പാട്ടും കളിയെല്ലാം കേൾക്കുന്നുണ്ട്. എന്തെന്ന് നോക്കാം, ഞാനിതാ പുറത്തേക്ക് പോയി നോക്കിയതാണ്. പിള്ളേരെ കളി നോക്കിക്കൊണ്ടുവന്നാൽ നമ്മൾ പണിയൊന്നും നടക്കൂലപ്പം. അപ്പം ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് ഇനി ഞാനൊരു മീഡിയം ചെറിയ സൈസ് ഉള്ളി ആയതുകൊണ്ട് ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ടായിന്. ഭയങ്കര ചെറുതാണ്, വലുതാണെങ്കിൽ 3 എണ്ണം മതി. പിന്നെ ഞാനൊരു ക്യാപ്സിക്കൻ്റെ അടുത്ത് പകുതി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് ബജി ഉണ്ടാക്കുന്ന മുളകില്ലേ, നമ്മൾ തൊണ്ടമുളക് എന്നെല്ലാം പറയലുണ്ട്, അതും പിന്നെ ഒരു 4 പച്ചമുളകും കൂടി ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുത്ത്. ഇനി നമുക്ക് മസാല തേച്ച് വെച്ച ചിക്കനില്ലേ അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ നമുക്കത് ബാക്കി ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി കറി ഉണ്ടാക്കുമ്പോൾ അതെടുക്കാമല്ലോ. ഇനി കറിക്ക് ഗ്രേവി ഒന്ന് തിക്കാക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ ഒരു ചിക്കനെല്ലാം. അപ്പം കോൺഫ്ലവർ ഇങ്ങനെ വെള്ളത്തിൽ കലക്കി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ ആവശ്യം വരും. അപ്പം ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച ഓയിലും അതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഒരു 5-6 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിന്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം നിങ്ങൾ ഓയിൽ ഡയറക്റ്റ് ഇട്ടിട്ട് മൂപ്പിക്കുമ്പം ഒരുപാട് സമയം വഴറ്റി കൊടുക്കണ്ട കേട്ടോ. കാരണം ഓയിലിൽ നിന്ന് പെട്ടെന്ന് ചിലപ്പോൾ ചൂടായ ഓയിലിൽ നിന്ന് വെളുത്തുള്ളി വേഗം കരിയാനും നല്ലോണം മൂക്കാനും ചാൻസ് ഉണ്ട്. അപ്പം നമ്മളെ കറിൻ്റെ ഉദ്ദേശിച്ച ആ സ്മെല്ല് മാറും. അപ്പോൾ വെളുത്തുള്ളി കുറച്ചധികം മൂത്ത് കഴിഞ്ഞാൽ, ഇഞ്ചി കുഴപ്പമില്ല, വെളുത്തുള്ളി മൂത്ത് കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ലായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യൽ. അപ്പോൾ നിങ്ങൾ എന്താക്കുക, അതിട്ടിട്ട് കുറച്ചൊന്ന് വഴറ്റി കഴിഞ്ഞ പാട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും പച്ചമുളകും ക്യാപ്സിക്കവും ഇതെല്ലാം ഇട്ടിട്ട് എല്ലാം ഒരുമിച്ചിട്ട് തന്നെ ഇട്ടിട്ട് ഒന്ന് വഴന്ന് വരുന്നവരെ വഴറ്റി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 പീസ് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, എന്നാലും ചില്ലി ചിക്കൻ പെപ്പർ ചിക്കനിലെല്ലാം മാഗി ക്യൂബ് ഇട്ട് കൊടുത്താലില്ലേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റില്ലേ അതന്നെ കിട്ടും. നല്ലൊരു ഫ്ലേവറാണ് ശരിക്കും ഈ ചില്ലി ചിക്കനിലെല്ലാം മാഗി ക്യൂബ് ഇട്ടാൽ. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അത് ഒഴിവാക്കുക, കുഴപ്പമൊന്നുമില്ല. എന്നാലും നല്ല ടേസ്റ്റെല്ലാം തന്നെയാണ് കറി. അപ്പം ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം സോയാ സോസും പിന്നെ അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് കെച്ചപ്പാണ് കേട്ടോ എല്ലാത്തിലും, ചില്ലി ചിക്കനിലും ഇതിലെല്ലാം ഒഴിക്കാൻ എപ്പോൾ എനിക്കിഷ്ടം കെച്ചപ്പാണ്. പിന്നെ അപ്പോൾ കെച്ചപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതന്നെ മതി കേട്ടോ, സോസിൻ്റെ ആവശ്യമില്ല. രണ്ടും സെയിം തന്നെയാണ്. പിന്നെ കുറച്ച് ചിക്കൻ മസാലയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുക. അപ്പോൾ ഈ 2 മസാലപ്പൊടികളും കുരുമുളക് പൊടിയും മാത്രമേ ഞാൻ കാര്യമായിട്ടും പൊടികളിൽ നിന്ന് ചേർക്കുന്നില്ല.
നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ കറി. ബിഗിനേഴ്സിനെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, എന്തു പറയണ്ട് എല്ലാവരുടെ അടുത്തും സ്റ്റാർ ആകാനും പറ്റും. ഇനി നമുക്ക് ഇതിലേക്ക് കലക്കി വെച്ച കോൺഫ്ലവർ ഇല്ലേ, അതും കൂടി ഒഴിച്ചു കൊടുക്കുക. കോൺഫ്ലവർ അടിയിലേക്ക് പോയിട്ടുണ്ടാവും, അതൊന്ന് ജസ്റ്റ് സ്പൂണോട് കലക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. കറി ഉണ്ടാക്കുമ്പോൾ ഇല്ലേ എല്ലാ സാധനങ്ങളും നമ്മൾ റെഡിയാക്കി വെക്കണം കേട്ടോ. പിന്നെ ഇതിൽ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആവശ്യം എനിക്ക് ഉണ്ടായതുകൊണ്ട് ഞാൻ ഒരു കപ്പും കൂടി ഒരു ചൂടുവെള്ളം കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ വീഡിയോയിൽ കാണിക്കാൻ വിട്ടോയതാണ്. ഇനി ഇതാ കറിയിലേക്ക് ആവശ്യമുള്ള പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക. കുരുമുളക് പെപ്പർ ചിക്കൻ ആയതുകൊണ്ട് ഗ്രേവി ടൈപ്പാണ് കേട്ടോ. അപ്പോൾ പെപ്പർ ചിക്കൻ ആയതുകൊണ്ട് കുരുമുളക് പൊടി നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ ചിക്കൻ ഫ്രൈ ചെയ്തതില്ല അത് ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു പകുതി ഉള്ളിയില്ലേ ഇങ്ങനെ ഇപ്പം കറി ഓൾമോസ്റ്റ് ആയി, കുറച്ചൊരു 5 മിനിറ്റ് വെക്കാനുണ്ട്. അപ്പോൾ അവസാനമായിട്ട് കുറച്ചിങ്ങനെ ഉള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് പച്ചമുളകും ഇട്ട് കൊടുക്കുക കേട്ടോ. സാധാരണ ഞാൻ ഇട്ട് കൊടുക്കലുണ്ട്, പിന്നെ എല്ലാം കുഞ്ഞു മക്കളല്ലേ, കടിച്ചക്കണ്ടെന്നുള്ളൊരു പേടിയിൽ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങളുണ്ടാക്കുമ്പോൾ അവസാനമായിട്ട് ഇതിൻ്റെ കൂടെ ഒരു പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. നടുക കയറിയിട്ട് ഇട്ട് കൊടുത്താലും മതി. പിന്നെ കുറച്ച് കസൂരി മേത്തിയും കൂടി പൊടിച്ചിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അവസാനമായിട്ട് മല്ലിയിലയും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ മല്ലിയിലയും കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അവസാനം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മല്ലിയില ഇട്ട് കൊടുക്കുക. അപ്പം ചിക്കൻ ഇട്ടതിന് ശേഷം എപ്പോഴും മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെക്കണം കേട്ടോ, കാരണം ഗ്രേവി വേഗം കുറുകിപ്പോവും. അപ്പോൾ ഇത് ഗ്രേവി ആയിട്ട് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇങ്ങനെ ഗ്രേവി ഇല്ല കുറവ് ടൈപ്പാണ് വേണ്ടതെങ്കിൽ കൂട്ടി വെക്കുക. പിന്നെ പിള്ളേർക്ക് എപ്പോഴും പൊറോട്ട തന്നെയാണ് ഇഷ്ടം. പിന്നെ വാങ്ങിയിട്ടൊന്നുമില്ല, പാക്കറ്റ് പൊറോട്ട ഉണ്ടായതുകൊണ്ട് ഞാൻ ചൂടാനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ ഇത് പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ എല്ലാതും ഓയിൽ സ്പ്രെഡാക്കും. എന്നിട്ട് ഇതെല്ലാം ഒരുമിച്ചിട്ട് ഇട്ടിട്ട് ഇതിങ്ങനെ ഒരു ഭാഗം തിരിച്ചു മറിച്ചിടും. ആദ്യം ഫസ്റ്റത്തെ ഭാഗം ഇടും, പിന്നെ അതിൻ്റെ പിന്നിലുള്ള ഭാഗം മറിച്ചിടും. അങ്ങനെയാണ് ഞാൻ 5 എണ്ണം എല്ലാം ഒരുമിച്ചിട്ടിട്ട് അങ്ങനെയാണ് ചൂടാക്കിയിട്ട് എടുക്കൽ. പിന്നെ എത്ര പേര് ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ആക്കുമ്പോൾ എല്ലാതും ഇങ്ങനെ കുക്ക് ആവും ചെയ്യും. പിന്നെന്ത് നമുക്ക് എളുപ്പത്തിൽ ഇത് ചുട്ടെടുക്കാനും പറ്റും. ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി. എല്ലാത്തിനും ഓയിൽ സ്പ്രെഡ് ആക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഗീ ആണെങ്കിൽ നിങ്ങൾക്ക് ഗീയും യൂസ് ചെയ്യാം. പിന്നെ ഓരോന്നായിട്ട് ചെയ്യുമ്പം 2 എണ്ണമായിട്ടെല്ലാം ചെയ്യുമ്പം ഒന്നാമത് ഇങ്ങനെ ആകുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ ചൂട് വേഗം ആറാണ്ട് നമുക്ക് കഴിക്കാൻ പറ്റും. വേഗം ചുട്ടെടുക്കാമല്ലോ. അപ്പോൾ ഈ 5 പൊറോട്ടയെല്ലാം ചൂടോടെ കൈ കൊണ്ട് അടിച്ചെടുക്കേണ്ട ത്രാണിയൊന്നും എനിക്കില്ല, ഭയങ്കര പൊള്ളലായിരിക്കും. അതുകൊണ്ട് ഞാൻ തുണിയെല്ലാം കൂട്ടിയിട്ടാണ് അടിച്ചെടുത്തിട്ടുണ്ടായത്. പിന്നെ ആടെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് മക്കൾക്കെല്ലാം തിന്നാൻ കൊടുത്ത്. സീരിയസ്ലി അടിപൊളി കറിയാണ് കേട്ടോ. ലാസ്റ്റത്തെ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല, നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെ കണ്ട നമ്മളെല്ലാം ചെറുപ്പക്കാലം ഇങ്ങനെ ഓർമ്മയായിരുന്നു. ഞാനെല്ലാം ഒരു മാങ്ങ വറുക്കാൻ ഈ ഏടം വരെ എത്തിയെന്ന് അറിയോ. അതെല്ലാം ഒരു കാലം. നിങ്ങൾ കുറച്ച് നൊസ്റ്റ് അടിക്കുക എന്നാൽ. അപ്പോൾ ഇതാ രാത്രി ആയപ്പം പിള്ളേർക്ക് വേണ്ടിയിട്ട് ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രൈഡ് ചിക്കൻ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് അത്രയും നമ്മൾ പ്രതീക്ഷിക്കേണ്ട, എന്നാലും വീട്ടിലുണ്ടാക്കുന്നതിലും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു റെസിപ്പിയാണെന്ന് തന്നെ ഞാൻ പറയാം. നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റിയോടെ തന്നെ തിന്നാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മുളക് പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പൗഡർ, അതല്ലെങ്കിൽ ജിഞ്ചർ പേസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ അതിലേക്ക് ഒരു സോയാ സോസ് 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ തന്നെ വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മിക്സ്ഡ് ഹെർബ്സ് ഒറിഗാനോ അതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളത്തിന് പകരം നിങ്ങൾക്ക് ബട്ടർ മിൽക്ക് പാലില്ലേ അത് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല. പിന്നെ അതും നല്ലതാണ്. ഇപ്പം എൻ്റെ അടുത്ത് പാലുണ്ടായിട്ട് അപ്പോൾ ഞാൻ വെള്ളം ആണ്. അപ്പോൾ എത്ര സമയമാണ് നിങ്ങൾക്ക് ഇതിങ്ങനെ കുതിർത്തി വെക്കാൻ പറ്റുന്നത് അത്രയും നല്ലത്. ചിക്കൻ നല്ല ജ്യൂസി ആയിട്ടുണ്ടാവും, പിന്നെ നല്ല കുക്കാവും ചെയ്യും വേഗം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇതും റെഡിയാക്കിയിട്ട് വെക്കണം. മെഷർമെൻറ്റിൽ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഫ്രൈഡ് ചിക്കനെല്ലാം എല്ലാവർക്കും പുരയിന്ന് ഉണ്ടാക്കാനെല്ലാം ഇഷ്ടമല്ലേ. നല്ലൊരു റെസിപ്പി ആയതുകൊണ്ടാണ് ഞാൻ കാര്യമായിട്ട് ഇത് എഴുതിയിട്ടും കൂടി കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. 1 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലവർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, ഓനിയൻ പൗഡർ 1 ടീസ്പൂൺ, സോൾട്ടും അതിലേക്ക് 1 കപ്പ് വെള്ളം, ഇതും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഞാനിൽ ഭയങ്കര പെർഫെക്റ്റ് റെസിപ്പി എന്നല്ല, പക്ഷേ ഇല്ലതിലും
ഏറ്റവും നല്ല റെസിപ്പിയാണ്. ചില ആളിൽ എഗ്ഗെല്ലാം ഇടലുണ്ട്, പക്ഷേ എഗ്ഗെല്ലാം ഇട്ടാൽ കുറച്ച് സോഫ്റ്റ് ആകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എഗ്ഗൊന്നും ഇടലില്ല. പിന്നെ ഇപ്പോൾ ഇത് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇനിയിപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന സമയത്തേക്ക് അത് കുറച്ചുകൂടി തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് വരും. പിന്നെ നമുക്കിത് ഡ്രൈ പൗഡർ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 കപ്പ് 2 ചിക്കനാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് 4 കപ്പ് പൗഡർ എടുത്തിട്ടുണ്ട് 2 ചിക്കന്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഉപ്പ്, റെഡ് ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ, ജിഞ്ചർ ഗാർലിക് പൗഡർ, മിക്സ്ഡ് ഹെർബ്സ് അല്ലെങ്കിൽ ഒറിഗാനോ, കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ. ഇത് കറക്റ്റ് മെഷർമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ കൂടിയാലും കുഴപ്പമൊന്നുമില്ല, ഏത് സാധനം അളവ് കൂടിയാൽ കുഴപ്പമില്ല, പക്ഷെ കുറയാതിരിക്കുക. അപ്പോൾ സാധാരണ എല്ലാവരുടെ അടുത്തും ഈ ജിഞ്ചർ ഗാർലിക് പൗഡർ ഉണ്ടാകണമെന്നില്ല. ഇനി ഇല്ലവർ ഇട്ട് കൊടുക്കുക, ഇല്ലാത്തവരാണെങ്കിൽ ആ പൗഡറെല്ലാം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള സംഭവം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇതാ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ കോൾസ്ലോ ഉണ്ടാക്കുന്നുണ്ട്. കോൾസ്ലോ ഒക്കെ ക്യാബേജ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്ത്, ക്യാരറ്റും ചോപ്പ് ചെയ്തെടുത്ത് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് മയോണൈസ്, റെഡിമെയ്ഡ് മയോണൈസാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. കോൾസ്ലോ പെർഫെക്റ്റ് ടേസ്റ്റ്, ആ ഒരു സെയിം ക്യാപ്സിലെ കോൾസ്ലോൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ റെഡിമെയ്ഡ് മയോണൈസ് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ക്യാരറ്റ് കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ടായിന്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 2-3 ടേബിൾ സ്പൂൺ വിനേഗറും പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയും കൂടിയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും പിന്നെ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണിത്. പിന്നെ പാലിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കുന്ന ക്യാബേജിൽ മിക്സ് ആക്കാൻ ആവശ്യമുള്ളത് മാത്രം ഒഴിച്ചാൽ മതി, ഒരുപാട് ഒഴിക്കണ്ട. പിന്നെ മയോണൈസ് ഇടാൻ അത്ര താല്പര്യപ്പെടാത്തവരാണെങ്കിൽ ഫ്രഷ് ക്രീം അല്ലെങ്കിൽ കാഷ്യൂ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അപ്പം ഓയിൽ ഞാൻ മീഡിയം ഫ്ലെയിമിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ഐറ്റമെല്ലാം പുറത്തെടുത്തിട്ട് ഇതിന് പൊരിച്ചെടുക്കാം. അപ്പം ഇതാ മസാല എല്ലാം, ചിക്കൻ നന്നായിട്ട് മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ തണുത്ത ബാറ്ററിലേക്ക് മുക്കിയിട്ട് ഞാനിതാ പൗഡറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനില്ലേ നന്നായിട്ട് ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് നല്ലോണം മസാജ് ചെയ്തിട്ട് പിടിപ്പിക്കണം. മസാല പിടിപ്പിക്കുന്നത് പോലെ തന്നെ മൈദപ്പൊടി ഇങ്ങനെ എന്താ പറയണ്ടേ, ഇതേമാതിരി ഇങ്ങനെ ജസ്റ്റ് കൈയോട് ഇങ്ങനെ കറക്കിയിട്ടും തിരിച്ചിട്ടും മറിച്ചിട്ടെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് പിടിപ്പിച്ചെടുക്കുക. അപ്പം എന്താണെന്ന് അറിയോ, ക്രസ്റ്റ് ഫോം ചെയ്യും ഇതിൽ. കണ്ട ഇതിലിപ്പോൾ നമ്മൾ അതിൽ വെറ്റിൽ മുക്കീനല്ലോ, വെള്ളത്തിൽ മുക്കിക്കൊണ്ട് നന്നായിട്ട് ഇതിൽ പിടിച്ചിട്ട് കിട്ടും. അത് ഇളകിപ്പോയൊന്നുമില്ല. പിന്നെ ഇതിന് നല്ല സ്കിന്നില്ല ചിക്കനല്ലേ എപ്പോഴും നല്ലത്. നമ്മൾ പുറത്ത് വാങ്ങിച്ച് കഴിക്കുമ്പം നമ്മൾ പുറത്ത് കാണുന്ന ആ ക്രസ്റ്റ് എന്ന് പറയുന്നത് സ്കിന്നാണ് അതിൻ്റെ. അപ്പോൾ അതാണ് ഈ പൊരിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത്. സ്കിന്നിൽ ചിക്കൻ വാങ്ങിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത് വാങ്ങിക്കുക. അപ്പോൾ നമുക്കിപ്പോൾ അതൊന്നും ഇവിടെ അത്ര പെട്ടെന്ന് അവൈലബിൾ അല്ല, രാവിലെ വിളിച്ച് പറയെല്ലാം വേണം. അപ്പോൾ പെട്ടെന്ന് ഞാൻ പിന്നെ വിചാരിച്ച് പോട്ടെ ഇതെന്നെ മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ഇൻഷാല്ലാ അതിനെപ്പെങ്കിലും സ്കിന്നിൽ ചിക്കനിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ അറ്റ് എ ടൈം നമുക്ക് എത്രയാണോ ഇടാൻ ഉദ്ദേശിക്കുന്നത് അത് മാത്രം അപ്പം ഉണ്ടാക്കിയിട്ട് ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പം തിരിച്ചിട്ട് കൊടുക്കുക. അതിന് ശേഷം പിന്നെ അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് അല്ല, ഒരു 2 മിനിറ്റ് കഴിഞ്ഞ ഉടനെ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് അതേ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ആദ്യം ഇട്ട ചിക്കൻ എത്ര മിനിറ്റാണോ വേവാൻ സമയം എടുത്തിട്ട് നോക്കിയിട്ട് ബാക്കിയുള്ള ചിക്കനും അതേ ടൈം തന്നെ സെറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ ലോ ഫ്ലെയിം ഇപ്പോൾ ആക്കാൻ പാടില്ല കേട്ടോ. അടച്ച് വെക്കുന്നതുകൊണ്ട് ലോ ഫ്ലെയിം ആക്കിയാൽ ചിക്കനിന് ഫുള്ള് വെള്ളം ഇറങ്ങിയിട്ട് അത് സോഫ്റ്റായി പോവും. പിന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇങ്ങനെ അടച്ച് വെച്ചാൽ നമുക്ക് ഉള്ളെല്ലാം നല്ല വെന്തിട്ട് കിട്ടും. വീട്ടിൽ നിന്നെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റ് റെസിപ്പി എന്ന് തന്നെ ഞാൻ പറയാം കേട്ടോ. ഒരുപാട് പ്രാവശ്യം ഞാൻ ഉണ്ടാക്കലുണ്ട്, പിന്നെ മക്കൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടില്ല ഞാനിതിങ്ങനെ ഉണ്ടാക്കി ഇപ്പം എനിക്കിത് ഭയങ്കര ഈസിയായി. അപ്പം ഇതാ നല്ല പൊരിഞ്ഞിട്ടെല്ലാം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് നമ്മൾ പുറത്തുനിന്നെല്ലാം വാങ്ങിക്കും, നല്ല ക്രിസ്പിയാണ് കേട്ടോ. കുറേ സമയം വരെ ഈ ക്രിസ്പിനെസ് ഇങ്ങനെ നിൽക്കും. പിന്നെ നല്ല ക്രിസ്റ്റെല്ലാം ഫോം ആയിട്ട് ഇപ്പോൾ സ്കിന്നില്ലാത്ത ചിക്കൻ ആണെങ്കിലും നിങ്ങൾക്ക് കാണുന്നുണ്ടോ. ഇപ്പം വീഡിയോ എഡിറ്റ് ആക്കുമ്പോൾ ഇങ്ങനെ ബേജാറ് എനിക്ക് എന്താ പറയുക, ക്യാമറ കുറച്ചും കൂടി ബാക്കിലോട്ട് വെക്കണമായിരുന്നു എന്നല്ലോ. ഭയങ്കര സൂമായിട്ടല്ലേ ഇല്ലതല്ലേ. ഇൻഷാല്ലാ നെക്സ്റ്റ് ടൈം ശരിയാക്കാം. അപ്പം ഇത് കണ്ടോ നല്ല ക്രിസ്റ്റെല്ലാം ഫോം ചെയ്തിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ജസ്റ്റ് ഞാൻ വീണ്ടും പറയുന്നത്, ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്രഷർ കൊടുത്തിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചിട്ട് എടുക്കണം കേട്ടോ. എന്നെങ്കിൽ നിങ്ങൾക്ക് നല്ല പാങ്ങിൽ ക്രിസ്റ്റെല്ലാം ഫോം ചെയ്യും. പിന്നെ കുറച്ച് പൊടി ചിലപ്പോൾ എന്തോ ബാക്കി ഉണ്ടായിരുന്നു തോന്നുന്നു, അതെല്ലാം കളഞ്ഞതാണ്, മൈദ അല്ല. പിന്നെ കണ്ടോ ഇതിങ്ങനെ നമ്മൾ പ്രസ് ചെയ്യുന്നിടത്തോളം അതിന്നിങ്ങനെ ക്രസ്റ്റ് ഫോം ചെയ്തിട്ട് വരും. നല്ല പ്രഷർ കൊടുത്തിട്ട് തന്നെ മിക്സാക്കിയിട്ട് എടുക്കുക. ഞാൻ രണ്ടാമതും കാണിക്കാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഡൗട്ട് ഉള്ളവരാണെങ്കിൽ അത് ക്ലിയർ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. വീഡിയോ ഇച്ചിരി ലെങ്ത് ആയി പോകുന്നുണ്ട്, എന്നാലും എന്താക്കല്
ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഡൗട്ട് ക്ലിയർ ആകുമല്ലോ. ഇഷ്ടമില്ല ആൾ ഫുള്ള് കാണട്ടല്ലേ. അപ്പോൾ ഇതാ ഫസ്റ്റത്തെ ബാച്ച് കഴിഞ്ഞാൽ അതിലിങ്ങനെ പൊടികളെല്ലാം ഉണ്ടാവും. ചിക്കൻ എടുത്തതിന് ശേഷം എപ്പോഴും ഫ്ലെയിം ലോ ആക്കിയിട്ട് വെക്കണം. മറന്നിട്ട് നമ്മൾ ബാക്കിയുള്ള പണിക്ക് പോയി കഴിഞ്ഞാൽ ഓയിലിടെ കരിഞ്ഞു പോകും. അതിൽ ലാസ്റ്റ് ആകുമ്പോഴേക്ക് ഓയിൽ ഭയങ്കര കറുത്ത കളറായി പോകും. കാരണം അതിൽ ബാക്കി പൊടി ഉണ്ടല്ലോ, അപ്പോൾ ആ പൊടി വേഗം കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ ഈ ലോ ഫ്ലെയിമിൽ നിന്ന് ചിക്കൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഹൈ ആക്കിയതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്യുന്ന എന്തിനെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും. പിന്നെ ചിക്കനും കൂടി ഇട്ട് കൊടുക്കുമ്പം ഓയിലിൻ്റെ ചൂട് കുറച്ച് കുറയും. അപ്പം നോർമലായിട്ട് തന്നെ പൊടികളൊന്നും കരിയാണ്ട് അങ്ങനെ നിൽക്കും. അപ്പം ഇത് ഓരോ ബാച്ചസ് ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ നിങ്ങൾ എന്താക്കണം, അതിൽ വരുന്ന കുറച്ച് മുകളിൽ ഭാഗത്തുള്ള പൊടികൾ കുറച്ച് മാറ്റി കൊടുത്തിട്ട് ബാക്കി എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്ന് അറിയില്ല ഞാൻ പറയുന്നത്. കണ്ട നല്ല രീതിയിൽ ക്രിസ്റ്റെല്ലാം ഫോം ചെയ്തിട്ട് വരുന്ന കണ്ട ബിഗിനേഴ്സും ചിലപ്പം കാണാൻ ചാൻസ് ഉണ്ടാവുമായിരിക്കും അല്ലേ. അതാന്നിട്ട് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇപ്പം അറിയുന്ന ആളാണെങ്കിൽ ഇപ്പം ഞാനായാലും ആരെങ്കിലും എനിക്ക് അറിയുന്ന സംഭവം പറയുമ്പോൾ എന്തിപ്പോൾ വേഗം പറഞ്ഞിട്ട് പോലോ, ആ ഒരു മെൻറ്റാലിറ്റിയിലായിരിക്കും ഞാനെല്ലാം ഉണ്ടാവല്, സ്വാഭാവികം, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എനിവേയ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഞാൻ പറയാം, വീട്ടിലുണ്ടാക്കുന്നതിലും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള റെസിപ്പി എന്ന് തന്നെ പറയാം. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നല്ല കേട്ടോ, എല്ലാവരും ഇങ്ങനെ തന്നെ എല്ലാവർക്കും ഉണ്ടാക്കുന്നത്. അപ്പം 1/2 ലിറ്റർ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാനിത് ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുണ്ടായത്. ഇനിയിപ്പോൾ ഇതാ നല്ല ഒറിയോ ഷേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം എൻ്റെ ബാക്കിൽ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു രാത്രി ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കിത്തരാമെന്ന്. അപ്പോൾ കട്ടപ്പാലും ഷുഗറും, ഇതിപ്പോൾ ബ്രൗൺ ഷുഗറാണ് ഇട്ട് കൊടുത്തത്, നോർമൽ ഷുഗർ ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് ചോക്കോ സിറപ്പും ഒറിയോ ബിസ്ക്കറ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചിട്ടെടുത്ത് അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ഷേക്ക് പിന്നെ എല്ലാവർക്കും അറിയുന്നല്ലേ, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. കട്ടി കൂടുമ്പോൾ അല്ലേ ടേസ്റ്റ് കൂടും. അങ്ങനെ അതും കൂടി അടിച്ചെടുത്ത് അതെല്ലാം നമ്മൾ നല്ല പാലിൽ കുറച്ച് ബൂസ്റ്റ് പൊടിയെല്ലാം ഇട്ടിട്ട്, ബൂസ്റ്റ് അടിക്കുമ്പോൾ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളെ മക്കളും ഞാനും എല്ലാം അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ടായിന്. അടിപൊളിയായിട്ട് കഴിച്ചിട്ടാ. അവൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടായിന് സത്യം. നിങ്ങൾ സമയം കിട്ടുമ്പോൾ എന്നെ ഉണ്ടാക്കുമ്പം എൻ്റെ റെസിപ്പി ഒന്ന് പരിഗണിക്കോട്ടോ, എന്നിട്ട് ഫീഡ്ബാക്ക് തരണം. അപ്പോൾ ഇതാ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അസ്സലാമു അലൈക്കും, ബൈ ബൈ.